കുടുംബം പാർട്ട് 2, ഫാമിലി പാർട്ട് 2. കഴിഞ്ഞ ദിവസം കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും കുടുംബം ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറഞ്ഞത്. എന്നാൽ ഇന്നേ ദിവസം ദൈവം തമ്പുരാൻ കുടുംബം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അവർ മൂന്ന് പേഴ്സണാലിറ്റീസ് ആണ്. 3 in 1 and 1 in 3. അവർ 3 പേരും ഒരുപോലെ നിൽക്കുന്നു. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? അത് അറിഞ്ഞുകൂടാ നമുക്ക്. അവർക്ക് ഡിഫറൻസ് ഓഫ് തോട്ട്സ് ഇല്ലേ? പല ചിന്തകൾ അവർക്കില്ലേ? പക്ഷെ അവരെന്താണേലും അവർ ഒന്നിച്ച് നിൽക്കുന്നിട്ട് അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലാണ്. അപ്പോൾ ഒരു കുടുംബം അതേപോലെ നമുക്കൊക്കെ പലതരത്തിൽ ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി വി കം ടു ദി യുണൈറ്റഡ് തോട്ട് ഓഫ് ബീയിങ് ഹെൽപ്പിംഗ് ആൻഡ് ബെനഫിഷ്യൽ ടു വൺ അനദർ. മറ്റുള്ളവരെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയും സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു കൂടാരത്തിനകത്ത് വസിക്കുന്ന പോലെ നമ്മൾ കുടുംബത്തെ കാണണം. അത് നമ്മൾ പ്രാർത്ഥിച്ചു വാങ്ങിച്ചെടുത്തേ ഒക്കത്തുള്ളൂ. ഈ കാലയളവിൽ കുടുംബം നശിപ്പിക്കാനായിട്ട് പിശാച് സകലവിധ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യകാലത്ത് തന്നെ അവനത് ചെയ്തു. ആദവും ഹവ്വായും ജീവിച്ചിരുന്ന കാലത്ത് ഏദൻ തോട്ടത്തിൽ അവർക്ക് സകല സുഖങ്ങളും കൊടുത്തിരുന്നു. ഒന്ന് മനസ്സിലാക്കണം, എല്ലാ സുഖങ്ങളും കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ദൈവം പല ചെറുപ്പക്കാരോ എനിക്ക് ഈ സുഖം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ശരിയായി കഴിഞ്ഞ് എൻ്റെ പണം എല്ലാം ശരിയായി കഴിഞ്ഞ് ഞാൻ ദൈവത്തെ വിളിക്കാം. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലെന്നേ. അങ്ങനെ ഒരു സംഭവം ഇല്ല. പണം കൂടുന്തോറും നിന്നിലുള്ള സ്വാർത്ഥമായ സ്വഭാവം കൂടുന്നതല്ലാതെ ഒരിക്കലും അത് പ്രയോജനമായിട്ട് മാറുന്നില്ല. അതിനു മുമ്പേ ചിസ്ലിങ്, അതായത് ദൈവം നമ്മളിലുള്ള ബലഹീനതകൾ എടുത്തു കളയാതെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കുടുംബത്തിനകത്താണ് ശിക്ഷണബോധം ഉണ്ടാകുന്നത്. ആ ശിക്ഷണബോധം ഉണ്ടാകുമ്പം നമ്മൾ പിതാപുത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പുത്രനാം തമ്പുരാൻ ഭൂമിയിൽ കടന്നു വന്നിട്ട് അനുസരണം പഠിച്ചുവെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ പുത്രൻ അനുസരണം പഠിച്ചതെന്ന് ചോദിച്ചാൽ അവൻ ക്രൂശോളം തന്നെത്താനെ താഴ്ത്തേണ്ടി വന്നു. അത് നമ്മൾ പിതാവാം ദൈവം അത് സഹിക്കേണ്ട മോനെ, നമ്മളെല്ലാം അയ്യോ മോനെ വേണ്ട, അത് വേണ്ട എന്ന് മാറ്റി വെക്കുമ്പം പിതാവാം ദൈവം അത് കണ്ടിട്ട് അനങ്ങിയില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അനുസരണം പഠിക്കുന്നത് സ്വന്തം പുത്രനായ യേശുവിന് പോലും ക്രൂശോളം തന്നെത്താനെ ഏൽപ്പിക്കേണ്ടി വന്ന് അനുസരണം പഠിക്കേണ്ടി വന്നു എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുസരണം അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അനുസരണമെന്ന് ഞാൻ പറയുമ്പം മാതാപിതാക്കൾ അവരെ അടിച്ചു കൊല്ലുക അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി അവരെ ഉപദേശിച്ച് വളർത്തുക. തെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശാന്തമായിട്ട് സമാധാനമായിട്ട്, നമുക്ക് ദേഷ്യമുള്ളപ്പോഴല്ല ഉപദേശിക്കേണ്ടത്. നമ്മുടെ ദേഷ്യം മാറിയിട്ട് അവരെ മാറ്റി വിളിച്ച് അവരെ ഉപദേശിക്കണം. കഴിയുമെങ്കിൽ ഒറ്റയായിട്ട് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുകയാണെങ്കിലും ഈ ഭവനത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഇതാണ്: വി ആർ നോട്ട് ഗോയിങ് ടു ഫൈറ്റ് ടുഗദർ. നമ്മൾ അന്യോന്യം വഴക്കുണ്ടാക്കത്തില്ല. നമ്മൾ ദൈവസ്നേഹത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന കോർണർ സ്റ്റോണിലാണ് ഞാനിത് പണിതിരിക്കുന്നത്. ഇവിടെ കലക്കത്തിൻ്റെ ആത്മാവിനൊക്കത്തില്ല എന്ന് നമ്മളൊരു മാതാവോ പിതാവോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് മക്കളിൽ വന്ന് വീഴും. അത് സംശയമില്ലാത്ത സത്യമാണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പിശാച് ശ്രമിച്ചത്. ആ പിശാച് ശ്രമിച്ചിട്ട് ആദത്തിനെ ഹവ്വായും അങ്ങോട്ട് പാപം ചെയ്യിപ്പിച്ചു. അവർക്ക് കൊടുത്തിരുന്ന പറുദീസ, അതായത് ഇത്ര മനോഹരമായ ഒരു ഭവനം അവിടുന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അലഞ്ഞു നടക്കുന്നവരായി മാറി. ഈ അലഞ്ഞു നടക്കുന്ന നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും കുടുംബത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണ് പിതാവാം ദൈവം പുത്രനെ നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാണ് ദൈവം നമ്മളെ പുത്രനെ തന്നതെന്ന് ചോദിച്ചാൽ ഒരു പ്രധാന പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനുള്ള ദൈവത്തിൻ്റെ നിത്യമായ ജീവൻ നമ്മളിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നഷ്ടപ്പെട്ടതാണ്. നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മുടെ ആത്മാവ് മരിച്ചതിനാൽ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന ജഡീക മനുഷ്യനായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ജഡീകതയിൽ പോയാൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നതുകൊണ്ട് ദൈവം ഒരു ഉപാധി ചെയ്ത് അല്ലെങ്കിൽ ഒരു പരിഹാരമാർഗമായിട്ട് സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു. ക്രിസ്തു വന്നിട്ട് യോഹന്നാന്റെ 17-ന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിത്യജീവൻ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിത്യജീവൻ എന്താണെന്ന് ചോദിക്കുമ്പം എന്താണ് നിത്യജീവൻ? അതിൻ്റെ സിമ്പിൾ മീനിങ് എന്നേക്കുള്ള ജീവൻ. നമ്മൾ മരിക്കുന്നില്ല, മരണമില്ലാത്ത ഒരു ആത്മാവിൻ്റെ ഉടമസ്ഥരാണ്. അത് ക്രിസ്തുവിലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.
അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സ്ഥലത്ത്, അതായത് നമുക്കൊരു ദേഹം ദേഹിക്കും, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. അപ്പോൾ 3 പാർട്ടാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഈ ആത്മാവിൻ്റെ തരത്തിൽ വാക്വം കിടക്കാൻ ഒക്കത്തില്ല. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ്. യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നിത്യജീവൻ കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ വാക്കുകൊണ്ട് പറയുന്നത് നിത്യജീവൻ എന്താണ്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും, അതായത് യേശുക്രിസ്തുവിനെയും അറിയുക എന്നത് തന്നെയാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? പിതാവാം ദൈവത്തെ അറിയണം. അപ്പം നമുക്കൊരു ബഹുമാനമാണ് പിതാവിനോട്. അവൻ അയച്ച പുത്രനെ അറിയുക എന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നിട്ടല്ല പ്രാപിച്ചെടുക്കുന്നത്, മരിച്ചു കഴിഞ്ഞിട്ടല്ല പ്രാപിച്ചെടുക്കുന്നത്. റൈറ്റ് നൗ, ഇപ്പോൾ എൻ്റെ വചനം കേൾക്കുമ്പോൾ അനേക കുടുംബങ്ങളിലേക്ക് നിത്യജീവൻ്റെ വെളിച്ചം അങ്ങോട്ട് കടന്നു. കർത്താവ് കൈ നീട്ടുകയാണ്. എൻ്റെ അടുക്കലേക്ക് കടന്നു വാ, എൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങൾ ജീവൻ വെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവരായി മാറുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്ക് രക്ഷ തരാനാണ്. രക്ഷ തരിക എന്ന് പറയുമ്പം മരണമില്ലാത്ത ജീവൻ, നിത്യജീവൻ, അത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ടെൽ പീപ്പിൾ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇത് താമസിച്ചിട്ടില്ല, എപ്പോൾ വേണേലും നിനക്ക് കയറി വരാം. ഇപ്പോൾ എൻ്റെ ഈ വചനം കടന്നു വരുന്ന കുടുംബങ്ങളിൽ മക്കൾ മാറി നിൽക്കുന്നവർ കാണുമായിരിക്കും, മരുമക്കളുണ്ടായിരിക്കും, നമ്മൾ തന്നെ താനായിരിക്കും. പക്ഷെ ഗോഡ് ഈസ് ടെല്ലിങ് ഇറ്റ്സ് നെവർ ലേറ്റ്, കം ബാക്ക്. അത് വലതുഭാഗത്തെ കള്ളനോട് പോലും കരുണ തോന്നിയ ഒരു ദൈവം നിന്ന് വിളിച്ചു പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുക. എന്താണ്? ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം. ഐ എം സ്റ്റിൽ ഹോൾഡിങ് മൈ ഹാൻഡ് അപ്പ്, ഐ എം ആസ്കിങ് യു ടു കം ബാക്ക്. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത് രക്ഷയാണ്. രക്ഷ ജീവനാണ്, നിത്യമായ ജീവൻ, ഒരിക്കലും മരിക്കാത്ത ഒരു ആത്മാവിൻ്റെ ഒരു പദവിയിലോട്ട് നമ്മൾ കയറുകയാണ്. അത് നമ്മൾ ആത്മാവുള്ളവർക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. അത് ഞാൻ ഈ വചനം അയക്കുമ്പം നിങ്ങളുടെ ആത്മാവിനെ ഇല്ലാത്തവർക്ക് പോലും ഇത് ജീവനാക്കി മാറ്റാൻ ശക്തമായ വചനമാണ് കടന്നു വന്നത്. 2, ക്ഷമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. ഫോർഗീവ്നെസ്. എന്ത് ഫോർഗീവ്നെസ്സാണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ട് നമുക്ക് തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ തിരിച്ചു വിളിക്കുമ്പം കടന്നു വരാതിരിക്കുന്നത് റിബല്യനാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ, അതായത് പ്രൈഡ് കയറി വരിക. ലൂസിഫറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നല്ലോ. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. അപ്പോൾ ഈ ലൂസിഫറിന് പ്രൈഡ് കടന്നു വന്നപ്പോൾ ശാപമായി മാറിയതിനാൽ അവനെ വെട്ടേറ്റ് നിലംപരിച്ച്, അതായത് ഭൂമിയിലേക്ക് വെട്ടി താഴെ ഇട്ടു എന്ന് അവൻ പറഞ്ഞു പോലുമില്ല. ആ സ്പിരിറ്റ് നമ്മുടെ മക്കളിൽ നമ്മളിൽ കയറി വരുമ്പോൾ നമുക്ക് ഞാനെന്ന ഭാവം അത് ഏത് തരത്തിലുള്ളവർക്കും ഉണ്ടാകുന്നുണ്ട്. ചെറുപ്പക്കാർക്കാകട്ടെ, കൊച്ചുപിള്ളേരോടൊന്നും പറയാനൊക്കത്തില്ല, ടീനേജേഴ്സ് ആകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, മാതാപിതാക്കളെ, അവരുടെ എല്ലാ ഭവനങ്ങളിലും ദിനം പ്രതി ഇതിൻ്റെ അറ്റാക്ക് കയറി വരും. വേലി കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഒരു നല്ല ദൂത് ഇങ്ങോട്ട് തന്നു വിടും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന് വിപരീതമായ ചിന്ത കയറി വരും. ബിക്കോസ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നല്ല വിത്തിട്ട് കഴിഞ്ഞ് വെച്ച് കർഷകൻ ഉറങ്ങാൻ പോയി, രാത്രി കാലത്ത് പിശാച് കടന്നു വന്നിട്ട് അഴുക്ക് വിത്തുകൾ, പാഴ്വിത്തുകൾ ഇട്ടിട്ട് അത് കിളുത്ത് നിൽക്കുന്നത് കാണും. അപ്പോൾ നമ്മളിത് ഇട്ടിട്ടില്ലല്ലോ. അത് തന്നെയാണ് കുടുംബത്തിൽ. അപ്പം വേലി കെട്ടാൻ നമ്മൾ ആരെങ്കിലും ഒരാൾ ജാഗ്രത കാണിച്ചില്ല എങ്കിൽ കുടുംബം നശിച്ചു. 70 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളവർ ഡിവോഴ്സ് ചെയ്യുന്ന ഒരു കാലമാണിപ്പം. അതുകൊണ്ട് ഇപ്പം കാലങ്ങളിൽ കല്യാണം കഴിച്ച് അന്നേരമേ ഡിവോഴ്സ് ആകുന്നവർ പലപ്പോഴും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺമക്കളും ആൺമക്കളും കുറച്ച് നാളത്തേക്കൊന്നുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് കയറുന്നത് പോലും. അതൊക്കെ തെറ്റാണ്. We are actually entering into a covenant which God has established. ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമായിട്ട് കണ്ടും ഇത് വിശുദ്ധമാണെന്നും ഇത് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ കുടുംബജീവിതത്തിൽ കയറിയിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ തലമുറകൾ, അടുത്ത തലമുറകൾക്ക് നമ്മൾ കടപ്പെട്ടവരാണ്. അത് നമ്മൾ അറിഞ്ഞു ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, നമ്മളവിടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്നേഹത്തെ. അപ്പം നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, മാപ്പ് കൊടുക്കുമ്പോൾ നമ്മളോട് ദൈവം തന്നെ പറയുന്നത്, യു ആർ നോട്ട് ലോസ്റ്റ്. നീ നഷ്ടപ്പെട്ടിട്ടില്ല, തിരിച്ചു വാ. നീ ഇങ്ങനെ വാശി പിടിച്ചിരിക്കണ്ട, കടന്നു വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ദൈവം വിളിച്ചു പറയുമ്പോൾ ആ വിളി കേട്ടിട്ട് ചിലപ്പോൾ ഒരു വേർഡായിരിക്കും ഒരാളുടെ ഹൃദയത്തിൽ ചെന്ന് കൊള്ളുന്നത്. അങ്ങനെ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കേണ്ട ഒരു ഏരിയയാണ് കുടുംബം. അതായത് പിതൃത്വം, പിതാവിൻ്റെ സ്ഥാനം,
പിതാവെന്ന് വിളിക്കാൻ പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അതേ പദവി, ആ പേര് നമ്മൾ ക്രിസ്ത്യൻസ് കുടുംബങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, പിതാവ്, അപ്പൻ. ആ അപ്പൻ്റെ സ്ഥാനത്തിനൊരു മഹത്വമുണ്ട്. ആ സ്ഥാനത്തിനൊരു ബഹുമാനം കൊടുക്കണം, അവരുടെ കഴിവല്ല. അതുകൊണ്ട് അപ്പൻ കഴിവുള്ളവനായിട്ടോ കഴിവില്ലാത്തവനായിട്ടോ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. യു നീഡ് ടു ബി കമ്മിങ് ക്ലോസർ ടു ഗോഡ് ആൻഡ് ആസ്കിങ് ഗോഡ് ദാറ്റ് ഫിൽ അവർ ഫാദേഴ്സ് വിത്ത് ദ വിസ്ഡം ഓഫ് ദ ലിവിങ് ഗോഡ്. ആ അപ്പൻ്റെ പദവിയെ മാനിക്കാൻ തക്കവണ്ണം കുടുംബങ്ങൾ നിൽക്കണം. പണ്ട് കാലങ്ങളിൽ പ്രായം ചെന്നുള്ള വല്യപ്പച്ചന്മാരുള്ള ഭവനങ്ങളിൽ അവരവിടെ മുൻപിലിരിക്കുന്നത് ആ കുടുംബത്തിന് ഒരു ഐശ്വര്യമാണ്. അവരറിയാതെ, അപ്പനും ആ വല്യപ്പച്ചനും വല്യമ്മച്ചയും അറിയാതെ ആ ഭവനത്തിൽ ഒരു മനുഷ്യൻ കയറി വരത്തില്ല. വന്നാൽ തന്നെ അവരതിനെ നിർത്തേണ്ടിയപ്പോൾ നിർത്താനറിയാം. നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ എന്തൊരു പ്രൊട്ടക്റ്റീവ് ഏരിയയാണ് നമ്മുടെ കുടുംബം. ഇപ്പോൾ അങ്ങനെയാണോ? അല്ലല്ലോ. നമ്മൾ കുടുംബത്തിന് കൊടുക്കേണ്ട വില കൊടുക്കുക. ദൈവം നമ്മളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുക. അത് തലമുറകളുടെ ദൈവമെന്നാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പച്ചൻ നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കുടുംബങ്ങൾ ഉലഞ്ഞു പോകുന്ന ഒരു കാലയളവിൽ കുടുംബത്തിൻ്റെ മഹത്വം പറയാൻ തക്കവണ്ണം അടിയനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവെ, സ്വന്തം കഴിവുകൊണ്ടല്ല കുടുംബം നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി അവിടുന്ന് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുടുംബം. അത് നിലനിൽക്കേണ്ടത് സ്വർഗത്തിനും ഭൂമിക്കും ആവശ്യമുണ്ട്. എന്നാൽ അതിനെതിരായിട്ട് പിശാച് സകലവിധ തന്ത്രങ്ങളും ഉപയോഗിക്കുമ്പം ഒരു ഭവനത്തിന് ഒരാളെയെങ്കിലും ജീവനുള്ള വെളിച്ചമാക്കി നിർത്തണമേ കർത്താവെ. നീ അപ്പസ്തോല പ്രവൃത്തി 16:30 പറയുന്നത്, ഒരു ഭവനത്തിൽ ഒരാൾ ക്രിസ്തുവിലെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടും. അപ്പച്ചൻ്റെ കാല് വെക്കാനും അപ്പച്ചൻ്റെ അധികാരം ഭവനത്തിൽ ഏറ്റെടുക്കാനും കഴിവുള്ള ഒരാളെ അവിടെ ഉണ്ടാക്കിയെടുക്കണം. വീടിന് ചുറ്റും വേലി കെട്ടണം. കർത്താവെ, നീ അത്യുന്നതൻ്റെ മറവിലാണ് നമ്മളും നമ്മുടെ തലമുറകളും വസിക്കുന്നതെന്നുള്ള ബോധം കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കണം. ഞങ്ങളുടെ തലമുറകളെ ആ അധികാരത്തിന് കീഴിൽ വരാൻ നീ അനുവദിക്കണം അപ്പച്ച. പിതൃത്വം എന്ന് പറയുന്നത് അവിടുന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പദവിയാണ്. ആ പദവിയിൽ, ആ ഒഫീഷ്യൽ സ്റ്റേറ്റസ്, ആ പദവിയിൽ ഇരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ബലപ്പെടുത്തുമ്പോൾ കർത്താവെ, കുടുംബത്തിൽ അതിൻ്റെ അടുക്കും ചിട്ടയും വരും. അത് സ്ത്രീകളെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കാനും പുരുഷന്മാർ സ്ത്രീകളെ ക്രിസ്തുവിൽ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനുള്ള ആത്മാവിന് ഇട്ടു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൊടക്കീഴിലെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നീ അനുവദിക്കുന്നു. കുടുംബമെന്ന് പറയുന്നത് ഒരു ഇമ്പമുള്ള സ്ഥലമാണ്. അവിടെ കലഹത്തിന് സ്ഥാനമില്ല കർത്താവെ. എന്നാൽ ഈ കാലയളവിൽ അങ്ങനെയല്ല. പലപ്പോഴും നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് അടിച്ചമർത്തുന്ന ഒരു സ്ഥലമാക്കാതെ ദൈവസ്നേഹത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തോടും കരുതലോടും കൂടെ ജീവിക്കുന്ന ഒരു സ്ഥാപനമാക്കി അപ്പച്ചനെ മാറ്റിയിരിക്കുന്നു. ആ ദൈവവചനം കടന്നു വരുന്ന ഓരോ ഭവനങ്ങളിലും ദൈവസ്നേഹം കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. കൃപയാലെ അവിടുന്ന് കൃപ കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം കർത്താവെ. നീ വേലി കെട്ടി തന്നിരിക്കുന്നതിനാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരെ ഇരിക്കുന്നിടത്തും അടുത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിൻ്റെ പരിശുദ്ധനായ ദൈവദൂതന്മാരുടെ ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് അവരെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥൻ, പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് അവരെ എല്ലാ ആത്മാവിൽ ബലപ്പെടുത്തുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.